ഹായ് ഗൈസ്. സോ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗൗട്ട് ബട്ടൺ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ലോഗൗട്ട് കഴിഞ്ഞാലും ഹെഡറിൻ്റെ ഇത് ചേഞ്ച് ആവുന്നില്ല. നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, അതായത് ലൈക്ക് ലോഗൗട്ട് ചെയ്തിട്ട് ഇപ്പോഴും ലോഗൗട്ട് ബട്ടൺ തന്നെയാണ് നമുക്ക് കാണുന്നത്. സോ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ കമ്പോണൻറ്റ് റീഫ്രഷ് ചെയ്ത് വർക്ക് ചെയ്യിക്കണം. സോ അത് വെച്ചാൽ യൂസർ ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മ്യൂട്ടേഷൻ റൺ ചെയ്യും, സർവറിൽ നിന്ന് ലോഗൗട്ട് ആവുകയും ചെയ്യും. പക്ഷേ റിയാക്ട് കമ്പോണൻറ്റിന് ആ വിവരം അറിയുന്നില്ല. അതുകൊണ്ട് യു എയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഹെഡർ കമ്പോണൻറ്റ് ക്വറി നമുക്ക് വീണ്ടും റൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ ഗ്രാഫ് ക്യൂഎൽ മ്യൂട്ടേഷൻ കഴിഞ്ഞ് ക്വറീസ് വീണ്ടും റൺ ചെയ്യാനായിട്ട് നമുക്ക് റീഫെച്ച് ക്വറീസ് എന്ന ഹെൽപ്പർ ഉപയോഗിക്കാം. ഈ ഹെൽപ്പർ നമുക്ക് മ്യൂട്ടേഷൻ വിളിക്കുമ്പോൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. അത് അപ്പോളോ ക്ലൈൻറ്റിനോട് പറയും ലൈക്ക് ഇതിന് ശേഷം ഈ ക്വറികൾ വീണ്ടും റീറൺ ചെയ്യണം എന്നുള്ളതൊക്കെ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ആപ്ലിക്കേഷനിൽ റീഫെച്ച് ക്വറീസൊക്കെ. എന്നാലും നമുക്കത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണുണ്ട്. ഓക്കെ, സോ അതിന് മുമ്പ് നമുക്കൊരു നമ്മുടെ ഒരു പ്രോസസ്സ് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആപ്പ് ലോഡ് ഹെഡർ കമ്പോണൻറ്റിൽ ഇപ്പോൾ കറണ്ട് കൊറിയർ റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേസിൽ യൂസർ ലോഡ്സ് ഹെഡറാണ്. ഓക്കെ, സോ ലോഗിൻ സ്റ്റാറ്റസ് നമ്മൾ അറിയുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വറി ഫോർ ഓത്ത് സ്റ്റേറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണെങ്കിൽ നമ്മൾ ലോഗൗട്ട് പാർട്ടിക്കും കാണിക്കുന്നു. ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ബട്ടൺസ് അല്ലെങ്കിൽ സൈൻ ഇൻ ബട്ടൺസ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ മ്യൂട്ടേഷൻ കോൾ ചെയ്യണം. ലൈക്ക് ലോഗൗട്ട് മ്യൂട്ടേഷൻ റൺ ചെയ്യും, സെഷൻ ക്ലിയർ ചെയ്യും. മ്യൂട്ടേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ റീഫെച്ച് ക്വറീസ് ചെയ്തിട്ട് കറണ്ട് യൂസർ ക്വറി വീണ്ടും നമ്മളിവിടെ റൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ ക്വറി റെസ്പോൺസ് നമുക്ക് നൾ ഹെഡർ ആയിരിക്കും റീറെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ സൈനിന് കമ്പോണൻസ് കറസ്പോണ്ടിങ്ങിലി കാണിക്കണം. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഡിലേക്ക് കിടക്കാം ഇതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത്. സോ നമ്മൾ മുമ്പ് എഴുതിയ പരിപാടി തന്നെയാണ്. നമ്മളിപ്പോൾ മ്യൂട്ടേറ്റ് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മ്യൂട്ടേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളൊരു ഓപ്ഷൻസ് ഒരു പ്രോപ്പർട്ടിയും കൂടി യൂസ് ചെയ്യണം. അതാണ് റീഫെച്ച് ക്വറീസ് എന്ന് പറഞ്ഞിട്ട് അത് അറേയാണ് യൂസ് ചെയ്യുന്നത്. അറേയുടെ ഉള്ളിൽ ഞാൻ ക്വറി ക്വറി സോ കീയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി. ക്വറി. സോ കീയും വാല്യൂ സെയിം ആയതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ES6 ഫീച്ചർ വെച്ചിട്ട് സെയിം പ്രോപ്പർട്ടി തന്നെ കൊടുക്കുന്നു, ക്വറി തന്നെ കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യാം. സോ ഇവിടെ എന്ന് വെച്ചാൽ റീഫ്രഷ് ക്വറീസ് എന്ന് പറഞ്ഞാൽ അറേയുടെ ഒരു ഇതിലാണ്, അറേ ക്വറി ഓഫ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ക്വറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കീയും വാല്യൂ സെയിം ആയതുകൊണ്ടാണ് വേരിയബിളും ലൈക്ക് ഒരുപോലെ ആവുന്നതുകൊണ്ട് ഷോർട്ട് സിൻറ്റാക്സ് ആയിട്ട് ഞാനിവിടെ ക്വറി മാത്രം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ സോ നമ്മൾ ഡയഗ്രാം നോക്കി ലോഗൗട്ട് ചെയ്തു. അതുപോലെ നമ്മൾ പറഞ്ഞു റീഫെച്ച് ക്വറീസ് കറസ്പോണ്ടിങ്ങിൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ബ്രൗസറിലൊന്ന് റീഫ്രഷ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം, നമ്മൾ എഴുതിയ ഫയൽസ് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ഇപ്പം നമുക്കൊന്ന് ലോഗിൻ ചെയ്തിടാം ഒന്ന്. ഓക്കെ, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യാം. ഇപ്പോൾ ലോഗൗട്ട് ബട്ടൺ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ് നമുക്ക് ലോഗിനായിട്ട് ലോഗൗട്ട് ബട്ടൺ കാണുന്നുണ്ട്. സോ ലോഗൗട്ട് ബട്ടൺ ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മ്യൂട്ടേഷൻ കോൾ ചെയ്തു. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മ്യൂട്ടേഷൻ കോൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ക്വറീസ് റീഫെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. മ്യൂട്ടേഷൻ റിക്വസ്റ്റ് പോയി. ഇതാണ് മ്യൂട്ടേഷൻ റിക്വസ്റ്റ്. ആദ്യം നമുക്ക് മ്യൂട്ടേഷൻ റിക്വസ്റ്റ് പോയി. അതിന് ശേഷം നമ്മൾ വെച്ചാൽ റീഫ്രഷ് ക്വറീസ് വഴി കറണ്ട് യൂസർ ക്വറിയിൽ നമ്മൾ വീണ്ടും റൺ ചെയ്തു. അതാണ് ഇവിടെ 2 ക്വറി വന്നത്. ഇവിടെ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് കോളായി. പിന്നെ അതിന് ശേഷം ഇതും കറസ്പോണ്ടിങ്ങിൽ വന്നു. ഇല്ല, റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ നള്ളാണ്. ഓക്കെ, നള്ളായതുകൊണ്ട് നമുക്ക് ലോഗിൻ സൈനപ്പ് യൂസർ നമ്മൾ കറസ്പോണ്ടിങ്ങിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ UI കറസ്പോണ്ടിങ്ങിൽ റീഫെച്ച് ക്വറീസ് യൂസ് ചെയ്തിട്ട് UI കറസ്പോണ്ടിങ്ങിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോളോ ക്ലൈൻറ്റ് കാഷിങ് ഇങ്ങനെ വർക്ക് ആവുന്നുണ്ട്, ഒരു പരിധി വരെ ഇങ്ങനെ വർക്ക് ആവുന്നുണ്ട്. കമ്പോണൻസ് അസോസിയേറ്റഡ് വിത്ത് എ ക്വറി എന്ന് വെച്ചാൽ അപ്പോളോ വാച്ച് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ക്വറീസ് വീണ്ടും റൺ ചെയ്യുമ്പോൾ പുതിയ ഡാറ്റ കിട്ടുമ്പോൾ അപ്പോളോ ഓട്ടോ റീറെൻഡർ ചെയ്യും.
ഇതിന് മാനുവൽ റീഫ്രഷിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ അയക്കുന്നുണ്ടാവും നമ്മൾ ലോക്കലിൽ റൺ ചെയ്താലും MongoDB റിമോട്ട് സെർവറിലാണ് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്നാൽ കൊറിയേഴ്സ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സ്പീഡ് വളരെ സ്പീഡാണ്. അത് പ്രൊഡക്ഷൻ പെർഫോമൻസിൻ്റെ ഉദാഹരണമാണ്. ആക്ച്വലി പ്രൊഡക്ഷൻ ലെവൽ പെർഫോമൻസ് ഉദാഹരണമാണത്, ഇത്ര സ്പീഡായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗൗട്ട് കാണാൻ പറ്റും, ലോഗൗട്ട് ബട്ടൺ കാണാൻ പറ്റും. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ്ങിലി ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ കോൾ ചെയ്യും. എന്നിട്ട് നമ്മൾ റീഫെച്ച് ക്വറീസ് റൺ ചെയ്തെടുക്കുന്നു. എന്നിട്ട് കറസ്പോണ്ടിങ്ങിൽ ഇവിടെ റീ എൻ്റർ ചെയ്തിട്ട് ഹെഡർ ബട്ടൺസ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ മാനുവൽ റീലോഡൊന്നും ആവശ്യമില്ല നമ്മുടെ കേസിൽ. ഹെഡറിൽ ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പറയാം. അടുത്ത നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ലോഗിൻ ആൻഡ് സൈൻ അപ്പ് ഫോംസ് ആണ്. ഓക്കെ, അവിടെയാണ് ആക്ച്വൽ ഓതൻറ്റിക്കേഷൻ ഫോം ഫീൽഡ്സ്, ഇമെയിൽ പാസ്വേഡൊക്കെ നമ്മൾ എടുത്ത് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി മോക്കപ്സ് നോക്കി വെച്ചിരുന്നു. സോ അതൊക്കെ നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അത് നമ്മൾ ഈ ഫോംസിലാണ്, ലോഗിൻ ഫോംസ് അല്ലെങ്കിൽ സൈൻ അപ്പ് ഫോംസിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അടുത്തത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.